പ്രവാസ ലോകത്തെ വാർത്തകൾ. കുവൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഇനി കയ്യിൽ കരുതേണ്ടതില്ല. ഡിജിറ്റൽ പതിപ്പ് സഹൽ ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യാം. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡിജിറ്റൽ പതിപ്പ് ഇനി മുതൽ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിലൂടെ നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആഭ്യന്തര മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സേവനത്തിലൂടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഇലക്ട്രോണിക് കോപ്പി സ്മാർട്ട് ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനും ആവശ്യമായ സമയങ്ങളിൽ അതിവേഗത്തിലും സൗകര്യപ്രദമായി ഉപയോഗിക്കാനും കഴിയും. സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, പേപ്പർ രേഖകളുടെ ഉപയോഗം കുറയ്ക്കുക, ഔദ്യോഗിക രേഖകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വേഗത്തിൽ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം കരുതേണ്ട സാഹചര്യം കുറയുകയും ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഡിജിറ്റൽ പതിപ്പ് എളുപ്പത്തിൽ ഹാജരാക്കാനും സാധിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായിൽ വ്യാജ ഉപഭോക്തൃ സംരക്ഷണ വെബ്സൈറ്റുകളുടെ പേരിൽ തട്ടിപ്പ്. വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും തട്ടിയെടുക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഉപഭോക്തൃ സംരക്ഷണ സേവനങ്ങളുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും തട്ടിയെടുക്കുന്ന പുതിയ ഓൺലൈൻ തട്ടിപ്പിനെതിരെ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. പൊതുജനങ്ങൾ ഔദ്യോഗിക ഉപഭോക്തൃ സംരക്ഷണ ചാനലുകൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സംശയാസ്പദമായ ആപ്പുകളോ ലിങ്കുകളോ ഡൗൺലോഡ് ചെയ്യരുതെന്നും ദുബായ് പോലീസ് നിർദ്ദേശിച്ചു. ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യക്തികളുടെ ബാങ്കിംഗ് വിവരങ്ങളും പണവും കൈക്കലാക്കുന്ന ആവർത്തിച്ചുള്ള തട്ടിപ്പ് കേസുകൾ പോലീസ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. സംശയാസ്പദമായ ആപ്പുകളോ ലിങ്കുകളോ ഡൗൺലോഡ് ചെയ്യരുതെന്നും ദുബായ് പോലീസ് നിർദ്ദേശിച്ചു. ഔദ്യോഗിക സ്ഥാപനങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഔദ്യോഗിക ഉപഭോക്തൃ സംരക്ഷണ വെബ്സൈറ്റുകളുടെ വ്യാജ സൈറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. പരാതികൾ രജിസ്റ്റർ ചെയ്യാനോ പണം തിരിച്ചുപിടിക്കാനോ സഹായിക്കുമെന്ന വ്യാജേന ആളുകളെ ഇവയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണിൽ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ഇതുവഴി ഫോണിലെയും ബാങ്ക് അക്കൗണ്ടിലെയും വിവരങ്ങൾ കൈക്കലാക്കി അനധികൃത പണമിടപാടുകൾ നടത്തുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി. സംശയാസ്പദമായ വെബ്സൈറ്റുകളോ ലിങ്കുകളോ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, OTP എന്നിവ പങ്കുവയ്ക്കരുതെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരത്തിലുള്ള തട്ടിപ്പ് ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ദുബായ് പോലീസിന്റെ ഇ-ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ 901 എന്ന നമ്പറിൽ വിളിച്ചോ അറിയിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തറിൽ മധുരപാനീയങ്ങൾക്ക് പുതിയ എക്സൈസ് നികുതി നിലവിൽ വന്നു. പാനീയങ്ങളിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ചാണ് ഇനി നികുതി ഈടാക്കുക. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെയും പഞ്ചസാരയുടെ അമിത ഉപയോഗം കുറയ്ക്കുന്നതിന്റെയും ഭാഗമായി ഖത്തറിൽ മധുരപാനീയങ്ങൾക്ക് പുതിയ എക്സൈസ് നികുതി നിലവിൽ വന്നു. ജൂലൈ 6 മുതൽ പുതിയ നികുതി വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതായി ഖത്തർ ജനറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. മുൻപ് പാനീയങ്ങളുടെ അളവ് മാത്രം നോക്കിയായിരുന്നു നികുതി നിശ്ചയിച്ചിരുന്നതെങ്കിൽ ഇനി മുതൽ പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെയോ മധുരത്തിന്റെയോ അളവനുസരിച്ചായിരിക്കും നികുതി ഈടാക്കുക. മധുരം ചേർത്ത സോഫ്റ്റ് ഡ്രിങ്കുകൾ, ജ്യൂസുകൾ, വെള്ളമോ മറ്റു പാനീയങ്ങളോ ചേർത്ത് കുടിക്കാൻ പാകത്തിൽ മാറ്റിയെടുക്കാവുന്നതും മധുരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ, കോൺസെൻട്രേറ്റുകൾ, പൗഡറുകൾ, എക്സ്ട്രാക്റ്റുകൾ തുടങ്ങിയവ പുതുക്കിയ നിയമപ്രകാരം നികുതി പരിധിയിൽ വരും. പാക്കറ്റുകളിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായിരിക്കും ഈ നികുതി ബാധകം. മധുരമുള്ള പാനീയങ്ങളുടെ സ്റ്റോക്ക് കൈവശമുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും തങ്ങളുടെ പക്കലുള്ള ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ ദരീബ പ്ലാറ്റ്ഫോം വഴി സമർപ്പിക്കേണ്ടതുണ്ട്. 2 ലക്ഷം ലിറ്ററിൽ താഴെ സ്റ്റോക്കുള്ളവർ ദരീബ പോർട്ടൽ വഴി സ്റ്റോക്ക് വിവരങ്ങൾ സമർപ്പിച്ചാൽ മാത്രം മതിയാകും. വലിയ തോതിൽ സ്റ്റോക്കുള്ള സ്ഥാപനമാണെങ്കിൽ പോലും അവയിലെ പഞ്ചസാരയുടെ അളവ് കുറവാണെങ്കിൽ നികുതി നൽകേണ്ടി വരില്ല. ഉയർന്ന അളവിൽ പഞ്ചസാരയോ മധുരമോ ചേർത്ത പാനീയങ്ങൾക്ക് മാത്രമാണ് നികുതി നൽകേണ്ടി വരിക. ജൂലൈ 6 മുതൽ 90 ദിവസത്തിനകം സ്ഥാപനങ്ങൾ ദരീബ പ്ലാറ്റ്ഫോം വഴി ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ടതുണ്ട്. റിട്ടേൺ ഫയൽ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ നികുതിയും അടയ്ക്കണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.